എൻ്റെ കാശി യോങ്കി നിങ്ങൾ പൊളിച്ചിടത്തെ യോങ്കി. നിന്നെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നീ പൊളിച്ചടാ. താങ്കടി. ഞാൻ വലിയ പണ്ടേ സംഭവമല്ലേ. ഞാൻ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. നിൽക്ക്, അതിന് ഇനി സമയമുണ്ടല്ലോ. കാശി, നിൻ്റെയൊക്കെ അഡ്രസ്സ് തപ്പി നടക്കുന്നു കേട്ടോ. അവിടുത്തെ ജൂനിയേഴ്സ് പെൺകുട്ടികളും ഇവം. കാശി അടിപൊളിയായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ടത് എൻ്റെ ഡാൻസ്. പിന്നെയും കാണാൻ പറ്റില്ല, വളരെ സന്തോഷം. എനിവേ അടിപൊളി. അലൻ, നീ എങ്ങനെ? നിന്റെ ചേട്ടനെ കാണാൻ വന്നാണോ? അല്ലേ അല്ല, എന്നെ കാണാൻ വന്നതാ. എൻ്റെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ എനിക്ക് വരാതിരിക്കാൻ പറ്റും? ഓഹോ, താങ്ക് യു. ഇനി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. നിങ്ങളെല്ലാം അവിടെ നിൽക്ക്. നീയോ? മനുഷ്യനും പേടിപ്പിക്കാനായിട്ട്. ഓ, ഞാൻ നിനക്ക് പേടിയില്ല. നിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്? ഓ, പിന്നെന്താ നീ എന്നെ കാണുമ്പോൾ അങ്ങനെ ഒഴിഞ്ഞ പോലെ നടക്കുന്നത്? ഞാനോ? എപ്പോൾ? എനിക്കൊന്നും ഓർമ്മയില്ല. അതോട് എൻ്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പറയട്ടെ, നല്ല ബോറായിരുന്നു. വാട്ട്? തണ്ടി. നീ പോകാൻ നോക്ക്, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. നിൽക്ക്. ഇനി എന്താ? നീ എന്തിനാ അങ്ങനെ അടുത്ത് വരുന്നേ? നീ പോയേ. എന്താ ഞാൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ടെൻഷൻ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എന്ത് ഫീൽ? ഒരു ഫീലും ഇല്ല. എൻ്റെ അടുത്ത് നിന്ന് ക്ലോസ് ആയി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. റിയലി? നീ എന്തേ ചെയ്യുന്ന? മാറ്. നിൽക്ക്. നിൻ്റെ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് പറയണ്ടേ? അത് നീ ഓൾറെഡി പറഞ്ഞല്ലോ, പിന്നെന്താ? ഐ ആം ജസ്റ്റ് കിഡിങ്. നിൻ്റെ ഡാൻസ് നിന്നെ പോലെ തന്നെ അടിപൊളിയാണ്. നീ സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കെന്താ തോന്നിയെന്നറിയോ? നിന്നെ എങ്ങനെ കെട്ടിപിടിച്ച് ഒരു കിസ് തരാൻ തോന്നി. എന്താടാ? ഒന്നുമില്ല, നീ വിട്ടേ. വിടാം, പക്ഷേ നീ എനിക്കെല്ലാം മറുപടി തന്നില്ലല്ലോ. ഡു യു ലവ് മീ? എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ എന്തുണ്ടാ നീ അതിനോട് തുറന്നു പറയാത്തത്? ധ്രുവ, ഐ എം സോറി. നിൻ്റെ പെർഫോമൻസ് അടുത്ത് നിന്നെ സഭ വിളിക്കുന്നുണ്ട്. ഞാൻ അതായിരുന്നു. എന്നൊക്കെയെങ്കിൽ നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ, ഞാൻ അങ്ങോട്ട് പോവാം. എൻ്റെ ദൈവമേ, ഈ ധ്രുവ എന്തുദ്ദേശിച്ചിട്ടാണോ എന്തോ. അവന് ഇവനോട് ശരിക്കും ഇഷ്ടം തോന്നിയാൽ മതിയായിരുന്നു. ഹായ് ചേട്ടാ. ചേട്ടനായിരുന്നല്ലേ നേരത്തോടെ കളിച്ചോണ്ടിരുന്നേ? വേറെ ചേട്ടനോട് ഉണ്ടായിരുന്നല്ലോ. ആ ചേട്ടനോട്. നിങ്ങളെന്താ ഇവിടെ? അത് ഞങ്ങൾ നിങ്ങളേക്കൊന്ന് കാണാൻ വന്നതാ. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ സിംഗിളാണോ? ചേട്ടൻ്റെ നമ്പർ തരുമോ? എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ ഡാൻസ് അടിപൊളിയായിരുന്നു. താങ്ക് യു. സിംഗിളാണ്, ബട്ട് നമ്പറൊന്നും അങ്ങനെ തരാൻ പറ്റില്ല. പ്ലീസ് ചേട്ടാ, പ്ലീസ്. അങ്ങനെ പറയല്ലേ, പ്ലീസ്. ചേട്ടൻ നമ്പർ ഒന്ന് താ പ്ലീസ്. ആ ചേട്ടന് നമ്പർ ഇല്ല. നിങ്ങൾ ജൂനിയേഴ്സ് അല്ലേ? എന്താ ഇവിടെ? ഇത് ഡാൻസേഴ്സിനുള്ള ഡ്രസ്സിംഗ് റൂം ആണെന്നറിയില്ലേ? പോവാൻ നോക്ക്. നീ ഇപ്പം എന്തിനാ അവരോട് ചൂടായേ? അവര് എന്നെ കാണാമെന്നല്ലേ? നിന്റെ പ്രശ്നം എന്താ? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ധ്രുവ തരുന്നതാ അപ്പോൾ ഇവരെ കണ്ടത്. ഇവിടെ ജൂനിയേഴ്സ് എല്ലാം ഇവിടെ അല്ലല്ലോ, അതങ്ങനെ പറഞ്ഞു. അല്ലാതെ അവർ തന്നെ സംസാരിച്ചാൽ എനിക്കെന്താ? ഓ, ഇവിടെ അല്ല, ഇവിടെ അല്ലാത്തതുകൊണ്ടാണല്ലേ? ഓക്കെ ഫൈൻ, ഞങ്ങൾ പുറത്തേക്ക് സംസാരിച്ചോളാം. അവരോട് സംസാരിക്കാൻ മാത്രം ഇപ്പം എന്തല്ലേ? എന്താ നമ്പർ എടുക്കാൻ പോവാണോ? മേ ബി കൊടുത്തൊന്നായിരിക്കും. കാട്ട് വെച്ചേ, താൻ്റെ ഹസ്ബൻഡ് എന്നുള്ള കാര്യം മറക്കണ്ട. ഹസ്ബൻഡോ? ഏത് ഹസ്ബൻഡ്? നമ്മൾ പിന്നെ അങ്ങനെ ബന്ധമുണ്ടോ? ഓ സാഹചര്യങ്ങളെ കൊണ്ട് നിനക്ക് പറ്റിപ്പോയി തെറ്റ്. ഞാൻ നിനക്ക് തലേദിനല്ലേ ചുമ, അതുകൊണ്ട് തന്നെ നീ തലേദിന അധികം ചുമക്കണ്ട. ഞാൻ ഉടൻ തന്നെ ഡിവോഴ്സിന് ഫയൽ ചെയ്തോളാം. എനിക്കിപ്പോൾ ഡാൻസിന് സമയമായി. വന്ന് അത് കാണാം. ഇതിനുള്ള മറുപടി അത് കഴിഞ്ഞ് ഞാൻ തരാം. പിന്നെ ആ പെണ്ണുങ്ങളടുത്ത കഴിഞ്ഞ് നിന്നെ കണ്ടോ കുന്നു കളഞ്ഞാൽ മര്യാദക്ക് വന്ന് എൻ്റെ പെർഫോമൻസ് കാണാൻ നോക്ക്.
നീ സമ്മതിച്ചാലില്ലെങ്കിലും പൊന്നു മനജീവനെ ഞാൻ നിന്നെ കൊണ്ടേ പോകും. ഡിവോഴ്സ് എൻ്റെ പട്ടി തരും. हसीनों पे कितनी दफा ये डोला, फिर भी फकीरों का पहने हुए है चोला. इधर की शीशी है जहाँ भी खुल जाए, हवा में घुल जाए दिल जो वीरार फन मौला. शब के अंधेरे में दिखाने वाला, मैं तो सवेरे भी दिल ना दुखाने वाला. कि मेरी बाहों में रात जो गुजरे वो उम्र भर जैसी है, दिल जो दीदार बन मौला.